എൻ്റെ മോന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ മോന് അഡിനോയിഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ടായിരുന്നു. 3-4 വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. ജനനേന്ദ്രിയത്തിന് വേദന വരുമ്പോൾ അവന് തലകറക്കം ഉണ്ടാകുമായിരുന്നു. മൂക്കിന് ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വരുമായിരുന്നു. പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ മാസം ജനുവരി 9-ാം തീയതി ഞാൻ ഇവിടെ പുതുക്കാൻ വരുന്നേക്ക് മുമ്പായി ഇത് രണ്ടും ശക്തമായിട്ട് ഇവന് കൂടി. അപ്പം ഞാൻ അന്ന് വരുമ്പോൾ ഇവനെയും കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോന്നപ്പോൾ ഇവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു. അത് ബാത്റൂമിൽ പോയി ജനനേന്ദ്രിയത്തിൽ ഇവൻ്റെ ജനനേന്ദ്രിയത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, മൂക്ക് ഓപ്പണായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് വീട്ടിലെ തെർമോക്കോളും കൊണ്ട് അൽത്താര പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ രൂപങ്ങൾ പറക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവന് തൂക്കിയിടാനാണെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ മുഖഭാവമില്ലേ, അതുപോലുള്ളൊരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു 35 വയസ്സിൽ താഴെ പ്രായം കാണുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കീ ചെയിൻ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിശയിച്ചത് ആരാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഓർത്തു എൻ്റെ തൊട്ട് പുറകെ നിന്ന് അങ്ങനെ എങ്ങനെ കേട്ടതായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരാൻ എനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. ഭയങ്കര കൃപയാട്ടോ ആ ചേച്ചിയുടെ മുഖത്ത്, ഭയങ്കര സൗമ്യതയാണ്, പഞ്ചപാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, അത് ഏത് പാവങ്ങൾക്ക് കൊടുത്തേരെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാനും ഒന്ന് ഉടുമ്പടി പുതുക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. ശരിക്കും അധികാരത്തോടു കൂടിയുള്ള പെരുമാറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എൻ്റെ മുമ്പിൽ കയറി നിന്ന് വെച്ചിട്ട് മോനോട് കുനിഞ്ഞ് ചോദിച്ചു, മോന് വേണോന്ന് ചോദിച്ചു. ഇപ്പം ഇവനോട് നേരത്തെ മുതൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പരിചയമില്ലാത്തവർ ആരെന്ത് തന്നാലും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോവണ്ട. ഇവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് അത് ഒതുക്കി മനസ്സിൽ തന്നെ വെക്കാറേ ഉള്ളൂ. എല്ലാം സാധിച്ചു കൊടുക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയല്ലടാ കണ്ണാന്ന് പറഞ്ഞ് വലത് കൈ കൊണ്ട് ഈ കീ ചെയിന് ഇവൻ്റെ ഈ വലത്ത് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. ഇവൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഈ അമ്മ ഈ സൈഡിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റിൽ ഇടാനാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവനോട് ചോദിച്ചു, മോൻ ഇതിൽ ഏത് കീ ചെയിനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മോൻ ഈ കീ ചെയിൻ തരാനാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ഈ കീ ചെയിൻ ഇട്ട് കൊടുത്തു. ആ കയ്യിൽ 2 കീ ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്